ഹായ് ഗായ്സ്, ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 12th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. ഈ 7 പേർക്കും ലഭിച്ചിരിക്കുന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു പൊസിഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ, ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്തെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാത്രി 11 മണിയോടെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. വമ്പിച്ചൊരു മുന്നേറ്റമാണ് അഭിഷേക് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനുമായിട്ട് നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും ഇപ്പോൾ ജാസ്മിനുമായിട്ട് ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടിരിക്കുകയാണ്. 1,60,324 എന്ന കൂറ്റം വോട്ട് നേടി ഒന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. രണ്ടാം പൊസിഷനിൽ ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. ജാസ്മിൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ അഭിഷേകുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും ഇപ്പോൾ വളരെയധികമുള്ള ഒരു വോട്ടിംഗ് ഡിഫറൻസ് ആണ് കാണപ്പെടുന്നത്. ഇപ്പോൾ 1,58,900 വോട്ട് നേടി രണ്ടാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. മൂന്നാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ശ്രീതു വന്നിട്ടുണ്ട്. നേരത്തെ ശ്രീതു 4ാം പൊസിഷനിലായിരുന്നു കുറേ സമയം. എന്നാൽ ഇപ്പോൾ 3ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അർജന്റ് വോട്ടും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ആയിരിക്കും ഇതിന് കാരണം. 1,40,761 വോട്ട് നേടി ഋഷി അട്ടിമറിച്ചുകൊണ്ട് 3ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 4ാം പൊസിഷനിലേക്ക് ഋഷി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ചെറിയൊരു ഇടിവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ശ്രീതുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടില്ല. 1,33,790 വോട്ട് നേടി 4ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ് ഋഷി. 5ാം പൊസിഷനിൽ വീണ്ടും സായി കയറി വന്നിട്ടുണ്ട്. നോറയെ അട്ടിമറിച്ചുകൊണ്ടാണ് സായി 5ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. അട്ടിമറി എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു സായിയുടെ ഫോളോവേഴ്സ് ഇപ്പോൾ അത് വോട്ടാക്കി മാറ്റിയിരിക്കുന്നതാണ്. 1,16,875 വോട്ട് നേടി 5ാം പൊസിഷനിൽ ഇപ്പോൾ തുടരുകയാണ് സായി. 6ാം പൊസിഷനിലേക്ക് വീണ്ടും നോറ തള്ളപ്പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പുറകിലായിരുന്ന നോറ വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി സായി അട്ടിമറിച്ച് 5ാം പൊസിഷനിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും 6ാം പൊസിഷനിലേക്ക് തള്ളപ്പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1,10,320 വോട്ട് നേടി 6ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. 7ാം പൊസിഷനിൽ ഇപ്പോഴും നന്ദന തന്നെയാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന 100% ഉറപ്പായ ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് നന്ദന. കാരണം വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ വോട്ടിംഗ് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഈ 2 ദിവസത്തെ വോട്ടിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദനയ്ക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നന്ദന ഇത്തവണ പുറത്തു പോകും. ഇപ്പോൾ 1,09,878 വോട്ട് നേടി 7ാം പൊസിഷനായ ഡേഞ്ചർ സോണിലാണ്.